ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐക്കാറിൽ നിന്നുമാണ് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഐക്കാറിലെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. ഏകദേശം 37ഓളം വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലോട്ട് വരാം. ഫസ്റ്റത്തെ പോസ്റ്റ് ഐക്കാർ IARI ന്യൂഡൽഹി 11/00/12 എന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. റിസർച്ച് അസോസിയേറ്റ് RIയിലേക്ക് 2 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സീനിയർ റിസർച്ച് ഫെലോ SRFിലേക്ക് 3 വേക്കൻസിയും, അടുത്തത് യങ് പ്രൊഫഷണൽ പാർട്ട് 1 YP1 അതിലേക്ക് 5 വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. അടുത്ത ലാബ് കം ഫീൽഡ് വർക്കറിലേക്കാണ്, അതിലേക്ക് 6 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിട്ടുള്ളത്. അടുത്തത് ഐക്കാർ IARI റീജിയണൽ സ്റ്റേഷൻ ഹർവാഡ് കർണാടകയിലേക്കാണ്. റിസർച്ച് അസോസിയേറ്റിലേക്ക് വേക്കൻസി പറഞ്ഞിട്ടില്ല. സീനിയർ റിസർച്ച് ഫെലോയിലേക്കും വേക്കൻസി പറഞ്ഞിട്ടില്ല. യങ് പ്രൊഫഷണൽ പാർട്ട് 1ലേക്ക് 1 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. ലാബ് കം ഫീൽഡ് വർക്കറിലേക്കും 1 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഐക്കാർ ARI റീജിയണൽ സ്റ്റേഷൻ വെല്ലിംഗ്ടൺ നീലഗിരീസ് തമിഴ്നാട്ടിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. റിസർച്ച് അസോസിയേറ്റിലേക്ക് വേക്കൻസി പറഞ്ഞിട്ടില്ല. സീനിയർ റിസർച്ച് ഫെലോയിലേക്ക് വേക്കൻസി പറഞ്ഞിട്ടില്ല. യങ് പ്രൊഫഷണൽ പാർട്ട് 1ലേക്ക് 1 വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. ലാബ് കം ഫീൽഡ് വർക്കറിലേക്കും 2 വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഐക്കാർ റിസർച്ച് കോംപ്ലക്സ് ഫോർ ന്യൂ റീജിയൻ ഐക്കാർ ഉമിയാൻ ബാരാപാനി 79/31/03 മേഘാലയയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അതിലേക്ക് റിസർച്ച് അസോസിയേറ്റിലേക്ക് വേക്കൻസി ഒന്നും തന്നെ ഇല്ല. സീനിയർ റിസർച്ച് ഫെലോയിലേക്കും വേക്കൻസി പറഞ്ഞിട്ടില്ല. യങ് പ്രൊഫഷണൽ പാർട്ട് 1ലേക്ക് 2 വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. ലാബ് കം ഫീൽഡ് വർക്കറിലേക്കും 1 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. അടുത്ത നാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്, NRRIയിലേക്കാണ്. റിസർച്ച് അസോസിയേറ്റിലേക്കും വേക്കൻസി വിളിച്ചിട്ടില്ല. സീനിയർ റിസർച്ച് ഫെലോയിലേക്ക് വേക്കൻസി പറഞ്ഞിട്ടില്ല. യങ് പ്രൊഫഷണൽ പാർട്ട് 1ലേക്ക് 2 വേക്കൻസിയും, ലാബ് കം ഫീൽഡ് വർക്കറിലേക്ക് 1 വേക്കൻസിയും. അടുത്തത് GB പാൻഡ് യൂണിവേഴ്സിറ്റി അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജിയിലേക്കാണ്. അതിലേക്ക് റിസർച്ച് അസോസിയേറ്റിലേക്ക് വേക്കൻസി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. സീനിയർ റിസർച്ച് ഫെലോയിലേക്കും വേക്കൻസി പറഞ്ഞിട്ടില്ല. യങ് പ്രൊഫഷണൽ പാർട്ട് 1ലേക്ക് 2 വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. ലാബ് കം ഫീൽഡ് വർക്കറിലേക്കും 2 വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. അടുത്തത് ദയാലബാഗ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് DEI ദയാൽബാഗ് ആഗ്ര 28/205 UPയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അതിലേക്ക് റിസർച്ച് അസോസിയേറ്റിലേക്ക് വേക്കൻസി വിളിച്ചിട്ടില്ല. സീനിയർ റിസർച്ച് ഫെലോയിലേക്കും വേക്കൻസി ഒന്നും പറഞ്ഞിട്ടില്ല. യങ് പ്രൊഫഷണൽ പാർട്ട് 1ലേക്ക് 2 വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ലാബ് കം ഫീൽഡ് വർക്കറിലേക്കും 2 വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. അടുത്തത് ചൗധാര്യ ചരൺ സിംഗ് ഹരിയാന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഹിസാർ 12/501 ഹരിയാനയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അതിലേക്ക് റിസർച്ച് അസോസിയേറ്റിലേക്ക് വേക്കൻസി പറഞ്ഞിട്ടില്ല. പിന്നീട് സീനിയർ റിസർച്ച് ഫെലോയിലേക്കും വേക്കൻസി പറഞ്ഞിട്ടില്ല. യങ് പ്രൊഫഷണൽ പാർട്ട് 1ലേക്ക് 1 വേക്കൻസിയും, ലാബ് കം ഫീൽഡ് വർക്കറിലേക്ക് 2 വേക്കൻസിയുമാണ് വിളിച്ചിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 37ഓളം വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ ഐക്കാറിൽ നിന്നും ഈ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. പിന്നീട് ഇതിലേക്കുള്ള സാലറി നോക്കുകയാണെങ്കിൽ റിസർച്ച് അസോസിയേറ്റിലേക്ക് 47,000 രൂപ മുതലാണ് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സീനിയർ റിസർച്ച് ഫെലോയിലേക്കാണെങ്കിൽ 25,000 രൂപ മുതലാണ് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തത് യങ് പ്രൊഫഷണൽ പാർട്ട് 1ലേക്കും 25,000 സാലറി ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ലാബ് കം ഫീൽഡ് വർക്കറിലേക്ക് 15,000 രൂപ മുതലാണ് സാലറി സ്റ്റാർട്ടിങ്. അടുത്തത് ഇതിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ റിസർച്ച് അസിസ്റ്റൻറ്റിലേക്ക് PhD ഇൻ എൻവയോൺമെൻറ്റ് എടുത്തവർക്ക് ഇതിന് അപേക്ഷിക്കാം. പിന്നീട് സീനിയർ റിസർച്ച് ഫെലോയിലേക്ക് MSc ഇൻ ബയോ കെമിസ്ട്രി എടുത്ത് പാസ്സായവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. അടുത്ത പോസ്റ്റ് യങ് പ്രൊഫഷണൽ പാർട്ട് 1ലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് BSc ഇൻ അഗ്രികൾച്ചർ എടുത്തവർക്ക് അതിലേക്ക് അപേക്ഷിക്കാം. പിന്നീട് ലാബ് കം ഫീൽഡ് വർക്കറിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. റിസർച്ച് അസിസ്റ്റൻറ്റിലേക്ക് 6 മാസത്തെ എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത പോസ്റ്റ് ഈ സീനിയർ റിസർച്ച് ഫെലോയിലേക്കും 6 മാസത്തെ റിസർച്ച് എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത പോസ്റ്റ് യങ് പ്രൊഫഷണൽ പാർട്ട് 1ലേക്കും 6 മാസത്തെ റിസർച്ച് എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ലാബ് കം ഫീൽഡ് വർക്കറിലേക്കും 6 മാസത്തെ റിസർച്ച് എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. പിന്നീട് റിസർച്ച് അസിസ്റ്റൻറ്റിലേക്ക് 40 വയസ്സുള്ളവർക്കും അപേക്ഷിക്കാം.
അടുത്തത് സീനിയർ റിസർച്ച് ഫെലോയിലേക്കാണ്. അതിലേക്കും 40 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം. അടുത്ത പോസ്റ്റ് പറയുന്നത് യങ് പ്രൊഫഷണൽ പാർട്ട് 1ലേക്കാണ്. അതിലേക്ക് 35 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അടുത്തത് ലാബ് കം ഫീൽഡ് വർക്കറിലേക്കാണ്. അതിലേക്ക് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടില്ല, അതായത് അതിലേക്ക് ഏജ് ലിമിറ്റ് ഇല്ല, ഏത് പ്രായക്കാർക്കും അതിലേക്ക് അപേക്ഷിക്കാം. അടുത്തത് നമ്മളിതിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ ഓഫ്ലൈൻ വഴിയാണ്. ഓഫ്ലൈനായിട്ട് പോസ്റ്റ് ഓഫീസ് മുഖേന നമുക്കിതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഈ ഒരു ഫോം ഫിൽ ചെയ്തിട്ട് വേണം നമ്മളിതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ. അപ്പോൾ ഈ ഒരു ഫോം കറക്റ്റായിട്ട് തന്നെ ഫിൽ ചെയ്യുക എല്ലാവരും, എന്നിട്ട് മാത്രം ഇതിലേക്ക് അപേക്ഷിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ചെയ്തേക്ക്. അപ്പോൾ ഈ ചാനലിൻ്റെ അപ്പോൾ ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഫോം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.